അപ്പോൾ ഗൈസ് കഴിഞ്ഞ ദിവസമാട്ടോ ധനുഷിൻ്റെ രായം കണ്ടത്. നല്ല കിടുക്കം പടം, നല്ല കിണ്ണം കാച്ച പടം. സംഭവം സ്റ്റോറിയൊക്കെ പക്ക ക്ലീശയാണെങ്കിലും മേക്കിങ് അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ഷന് ധനുഷ് തന്നെയാണ്. ധനുഷ് ഇത്രയും അടിപൊളിയായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. പുള്ളി അതൊരു പടം മുമ്പ് എന്തോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല പടം. സംഭവം അടിപൊളിയായിട്ടുണ്ട് പടം. പ്രത്യേകിച്ച് ധനുഷിൻ്റെ ഇൻട്രോ ഒക്കെ സിമ്പിളായിരുന്നു. പിന്നെ ഈ ചില മാസ് രംഗങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ധനുഷിൻ്റെ. പിന്നെ എസ് സൂര്യ, കാളിദാസ് ജയറാം, അപർണ, ബാലമുരളി എല്ലാവരും വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എസ് സൂര്യ വില്ലനാണെങ്കിലും പുള്ളി ചില കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പുള്ളിയുടെ വില്ലനാണെങ്കിലും. അപ്പം അതൊക്കെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സ്റ്റോറി പറഞ്ഞല്ല, പക്ക ഒരു ക്ലീശ സ്റ്റോറിയാണ്. അണ്ണന്, തങ്കച്ചി, അനിയന്മാർ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥിരം ഒരു സ്റ്റോറിയൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും മേക്കിംഗ് കൊണ്ട് പടം കിടിലനാക്കിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എ ആർ റഹ്മാൻ്റെ സോങ്സ്, BGM ഒക്കെ കിടിലനായിട്ടുണ്ട്. അടിപൊളി സോങ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ലാസ്റ്റ് ഒരു ഫെസ്റ്റിവലിനുള്ളൊരു സോങ്സ് ഉണ്ട്, അതൊക്കെ തിയേറ്ററിൽ ഭയങ്കര ഒരു വൈബ്രേഷൻ ആയിരുന്നു. പിന്നെ അതുപോലെ ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. ധനുഷിൻ്റെ ഫൈറ്റൊക്കെ ഒരു കൂർത്തൊരു സാധനമുണ്ട്, അത് വെച്ച് കുത്തി അങ്ങനത്തെ ഒരു നല്ല വയലൻസ് ഒക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല വയലൻസ് ഒക്കെ ആയിട്ടുള്ളൊരു പടമാണ്. അപ്പം ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. അത്യാവശ്യം ബ്ലഡ് ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ വേറെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ധനുഷിൻ്റെ അനിയന്മാരായിട്ട് കാളിദാസും പിന്നെ വേറെ പുള്ളിയുടെ പേരെനിക്കറിയില്ല, അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപർണ, ബാലമുരളി, ധനുഷ് ഒക്കെ കിടിലൻ സംഭവമായിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ പക്ക ക്ലീശയാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടില്ല സാധാ ഒരു സ്റ്റോറിയാണ്. പക്ഷേ മേക്കിംഗ് കൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. BGM, സോങ്സ്, ഫൈറ്റ് എല്ലാം കൊണ്ടും ഒരു വാച്ചബിൾ മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ നോക്കുക. പിന്നെ OTT ഒന്ന് കണ്ടിട്ട് രസമില്ല ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു പടത്തിൻ്റെ. അപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുക. ബൈ.